ഇനി നമുക്ക് എടുക്കാനുള്ളത് ബ്രൈറ്റ്നസ് ആൻഡ് അഡാപ്റ്റേഷൻ. ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഇതിൻ്റെ മുന്നായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ ഓഫ് ഹ്യൂമൺ ഐയും അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഹ്യൂമൺ ഐയിലും എങ്ങനെയാണ് ഒരു ഇമേജ് ഫോർമേഷൻ ചെയ്യണം എന്നുള്ള കേസുകളൊക്കെ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു കേസിൽ നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ്സിൽ നമ്മുടെ കണ്ണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അതായത് ദ ഐസ് എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ലെവൽസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദ പ്രസൻറ്റിംഗ് ഇമേജ് പ്രോസസ്സിംഗ് റിസൾട്ട്. അതായത് ഓരോ ഇമേജിന് ഉള്ള ഓരോ ഡിഫറെൻറ്റ് ബ്രൈറ്റ്നസ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ലെവൽസ് വരുമ്പോഴും ഹ്യൂമൺ വിഷ്വൽസ് ആ ഓരോ ഇമേജസിനും എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓരോന്നിനും തരംതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കേസിൽ നമുക്ക് പറയാനുള്ളത്. ദ ഐസ് എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ലെവൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ പ്രസൻറ്റിംഗ് the image processing result. The range of light intensity levels to which the human visual system can adapt is enormous, or on the order of 10 raised to 10 from the scotopic threshold to the glare limit. അതായത് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 raised to 10 ഡിഫറെൻറ്റ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ഹ്യൂമൺ ഐസിൽ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. Okay, experimental evidence indicates that the subjective brightness intensity as preserved by the human visual system is a logarithmic functions of the light intensity intensity incident on the eye. Okay, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. ഇതൊരു സബ്ജക്റ്റീവ് ബ്രൈറ്റ്നസ് ആണ്. നമ്മുടെ കണ്ണിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്ജക്റ്റീവ് ബ്രൈറ്റ്നസ് ആണ് കാണിക്കുന്നത്. ദ ലോഗ് ഓഫ് ഇൻറ്റൻസിറ്റി വാല്യൂസ് ആണ് ഇവിടെ. ദെൻ അഡാപ്റ്റേഷൻ റേഞ്ച് ആണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റൻസിറ്റിൻ്റെ ബ്രൈറ്റ്നസ് ഇൻറ്റൻസിറ്റി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി സ്കോട്ടോഫിക് ത്രഷോൾഡ് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വേരിയേഷൻ വരുന്നത്. ദെൻ ഏറ്റവും മാക്സിമത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലെയർ ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, സ്കോട്ടോഫിക് ത്രഷോൾഡ് മുതൽ ഗ്ലെയർ ലിമിറ്റ് വരെയാണ് ഈ ഒരു വേരിയേഷൻ. ഈ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻10 വരെ അത് ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സ്കോട്ടോഫിക് ആൻഡ് ഫോട്ടോഫിക്. ഫോട്ടോഫിക് എന്ന് പറഞ്ഞാൽ ഇമേജസിൽ വരുന്ന ഡിഫറൻസ്, അതേപോലെ ബ്രൈറ്റ്നസ്സിൽ വരുന്ന ഡിഫറൻസ്. ഇത് രണ്ടുമാണ് സ്കോട്ടോഫിക് ആൻഡ് ഫോട്ടോഫിക് എന്നുള്ള ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, for any given set of condition the current sensitivity level of the visual system is called the brightness adaptation level. The ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ ലെവൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഇമേജസിന് നമുക്ക് കാണാൻ പറ്റുന്ന ലെവലിനെയാണ് ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ ലെവൽ എന്ന് പറയുന്നത്. അത് ഒരുപാട് വേരിയേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. The ability of the eye to discriminate between the changes in light intensity at any specific adaptation level is also considerable interest. Okay, then a classic experiment used to determine the capability of the human visual system for the brightness discrimination consists of having a subject look at the flat uniformly illuminated area large enough to occupy the entire field of view. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മതി, നമുക്ക് ഓരോ ഇമേജസിനെയും അതിൻ്റെ ഓരോ ടൈമിനനുസരിച്ച് ടൈം ലിമിറ്റിനനുസരിച്ച് തന്നെ അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം പകല് കാണുന്ന വ്യൂ അല്ല ഉച്ചക്ക് കാണുന്ന വ്യൂ, അല്ലേ? ഉച്ചക്ക് കാണുന്ന വ്യൂ അല്ല ഈവനിങ് ഉള്ളതല്ല നൈറ്റ്. ഓരോന്നിനും അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ബിക്കോസ് ഓഫ് ദ ബ്രൈറ്റ്നസ് ആൻഡ് discrimination of our human eye. This area typically is diffuser such as opaque glass and the illuminate from the behind by a light source whose intensity division carries be varied. Okay, ഇത് ബേസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഡിഫറൻസിൽ വരുന്ന വാല്യൂസ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻ വിഷനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫോട്ടോഫിക് വിഷൻ ആൻഡ് scotopic vision. The vision under well lit condition which provides for cool perception and which function primarily due to the cone cells in the eye.
ഇത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കോൺ ആൻഡ് റോഡ് സെൽസിന്റെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഹ്യൂമൻ ഐയിൽ വരുന്ന കോൺ ആൻഡ് റോഡ് സെൽസിന് ബേസ് ചെയ്തിട്ടാണ് ഈ ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഫോട്ടോഫിക് വിഷൻ എന്ന് പറയുന്നത് കോൺ സെൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി സ്കോട്ടോഫിക് വിഷൻ ഈസ് വെരി ലോ ലൈറ്റ്, അതായത് low light which functions primarily due to the rod cells in the eye. എന്ന് പറഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്കോട്ടോഫിക് വിഷനെ ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് പോസിബിൾ ആവുന്നത് റോഡ് സെൽസിന്റെ ബേസ് ചെയ്തിട്ടാണ്. എക്സ്പെരിമെന്റൽ എവിഡൻസ് ഇൻഡിക്കേറ്റ് ദ സബ്ജക്റ്റീവ് ബ്രൈറ്റ്നസ് പ്രൊവൈഡ്സ് ദ ഹ്യൂമൻ വിഷ്വൽ സിസ്റ്റം ആൻഡ് ഇന്റൻസിറ്റി ഇൻസിഡൻസ് ഓൺ ദി ഐ. അതായത് ഈ ഒരു പ്രോസസ്സ് രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞാൽ സ്കോട്ടോഫിക് ആൻഡ് ഫോട്ടോഫിക് എന്ന് പറഞ്ഞാൽ ഒന്ന് കളർ ഇമേജ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്, അതേപോലെ തന്നെ മറ്റേത് വരുന്നത് ഡിം ലൈറ്റിൽ നമുക്ക് ഇമേജസിനെ കാണാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും നടക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? സ്കോട്ടോഫിക് ത്രഷോൾഡ് മുതൽ ഗ്ലെയർ ഇമേജ് വരെയുള്ള ഡിഫറൻസിലാണ് ഇത് പോസിബിൾ ആവുന്നത്. ഇതന്നെ 10⁻⁻10 ഡിഫറെൻറ്റ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് പോസിബിൾ ആണ്. ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ, the total range of the distinct intensity levels the eye can discriminate simultaneously is rather small when compared with the total adaptation range. നമ്മൾക്ക് അത് മനസ്സിലാക്കാം, നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, എന്നാലും ഓരോ മൈന്യൂട്ട് വേരിയേഷൻസ് പോലും നമ്മുടെ ഹ്യൂമൻ ഐക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. For any given set of conditions, the current sensitivity level of the visual system is called brightness അഡാപ്റ്റേഷൻ ലെവൽ. നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സെൻസിറ്റീവ് ലെവലിന് അല്ലെങ്കിൽ വിഷ്വൽ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബ്രൈറ്റ്നസ് അഡാപ്റ്റേഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രൈറ്റ്നസ് ആൻഡ് അഡാപ്റ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ബ്രൈറ്റ്നസിനനുസരിച്ച് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ലെവലിനനുസരിച്ചുള്ള വേരിയേഷൻ ആണ് ഇവിടെ പറയുന്നത്. ലൈറ്റ് ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ ഐയിലുള്ള കോൺ ആൻഡ് റോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവുന്നത്. 10⁻⁻10 പോസിബിൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതേപോലെ ഫോട്ടോഫിക് വിഷനും സ്കോട്ടോഫിക് വിഷനും എന്താണെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ.